ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ദേശീയ മാധ്യമങ്ങൾക്ക് പുറമെ കേരളത്തിലെ മാധ്യമങ്ങളും സർവേ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു കഴിഞ്ഞു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ LDFനും UDFനും ഒരുപോലെ നിർണായകമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ NDA സംബന്ധിച്ചിടത്തോളം NDAയും ഒരുപാട് മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. എന്നാൽ അതേസമയം തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു 2019 ആവർത്തിക്കാനുള്ള തീവ്രമായ പരിശ്രമം കാണാൻ സാധിക്കും. എന്നാൽ അതേസമയം തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം 2004 ആവർത്തിക്കാനുള്ള തീവ്രമായ ഒരു ശ്രമവും കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ വലിയ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിവരങ്ങൾ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമായും 4 ലോക്സഭാ മണ്ഡലങ്ങളിലെ വിവരങ്ങളാണ് എടുക്കുന്നത്. എന്നാൽ ആ 4 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇപ്പോൾ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ UDFനും മറ്റ് 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ LDFനും മുന്നേറുന്നതായി കാണാൻ സാധിക്കും. പരിശോധിക്കുന്ന 4 ലോക്സഭാ മണ്ഡലങ്ങൾ ആറ്റിങ്ങൽ, ആലപ്പുഴ, വടകര, പൊന്നാനി എന്നീ 4 ലോക്സഭാ മണ്ഡലങ്ങളാണ്. ഈ 4 ലോക്സഭാ മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ചർച്ചയും വിവാദങ്ങളെല്ലാം തന്നെ നിന്നിരുന്ന ലോക്സഭാ മണ്ഡലങ്ങൾ തന്നെയാണ്. ഇപ്പോഴും വാർത്തകളിൽ ഏറെ പ്രാധാന്യം നേടുന്ന ലോക്സഭാ മണ്ഡലങ്ങൾ തന്നെയാണ്. സ്ഥാനാർത്ഥി കൊണ്ടോ അല്ലെങ്കിൽ അതുവരെയുള്ള രാഷ്ട്രീയ പോർക്കളം കൊണ്ടെല്ലാം തന്നെ ഏറെ ശ്രദ്ധേയമായ ലോക്സഭാ മണ്ഡലം തന്നെയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകമാകുന്ന ലോക്സഭാ മണ്ഡലങ്ങൾ കൂടിയാണ്. ആറ്റിങ്ങലാണെങ്കിലും ആലപ്പുഴയാണെങ്കിലും വടകരയാണെങ്കിലും പൊന്നാനിയാണെങ്കിലും. ആദ്യം പരിശോധിക്കുന്നത് വടകര ലോക്സഭാ മണ്ഡലമാണ്. വടകര ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ LDFന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് KK ശൈലജയാണ്. UDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് ഷാഫി പറമ്പിലാണ്. അതേസമയം തന്നെ NDAയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത് പ്രഫുൽ കൃഷ്ണയാണ്. വടകര ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ശൈലജ ടീച്ചർ തന്നെയായിരിക്കും LDFന്റെ സാരഥിയെന്ന് ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ K മുരളീധരനായിരുന്നു UDFനെ സംബന്ധിച്ചിടത്തോളം അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്നെല്ലാം തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് തൃശ്ശൂരിലേക്ക് പത്മജ വേണുഗോപാലിന്റെ BJPയിലേക്കുള്ള രംഗപ്രവേശമെല്ലാം തന്നെ വലിയ ചർച്ചയായ സാഹചര്യത്തിൽ K മുരളീധരനെ പിന്നീട് തൃശ്ശൂരിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായിരുന്നു. സ്വാഭാവികമായും വടകര മണ്ഡലത്തിൽ അപ്പോഴുണ്ടായ UDF സ്ഥാനാർത്ഥിയുടെ വേക്കൻസിയിലേക്ക് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും എത്തുകയായിരുന്നു. ഷാഫി പറമ്പിലിന്റെ വടകരയിലേക്കുള്ള രംഗപ്രവേശം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എൻട്രി പ്രഭാഷണം തന്നെയാണ്. അദ്ദേഹം ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ആ ബിംബത്തെ തകർക്കാനുള്ള ശ്രമം തന്നെയായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. KK ശൈലജയെ CPM വടകരയിൽ മത്സരിപ്പിക്കാൻ ഇറക്കുന്നത് അത് CPMന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിലല്ല. TP ചന്ദ്രശേഖർ വാദം അല്ലെങ്കിൽ TP എഫക്ട് വടകരയിൽ നിലനിൽക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ അതിനും അപ്പുറത്തേക്ക് ഉയരാൻ സാധ്യതയുള്ള ഒരു നേതാവ് എന്ന നിലയിലാണ് KK ശൈലജ ടീച്ചറെ വടകര ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഇറക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ടീച്ചറമ്മ എന്ന് പറയുന്ന ആ ബിംബം വടകരയെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഷാഫിയുടെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ടീച്ചറമ്മ എന്ന് പറയുന്ന ആ ബിംബത്തെ തകർക്കൽ തന്നെയായിരുന്നു. തുടർന്നങ്ങോട്ട് വലിയ രാഷ്ട്രീയ പോർവിളികളെല്ലാം തന്നെ നടന്നു. സൈബർ ആക്രമണങ്ങളെല്ലാം തന്നെ നടന്നു. വലിയ തരത്തിലുള്ള ചർച്ചയെല്ലാം തന്നെ ആയതാണ് വടകര ലോക്സഭാ മണ്ഡലം. എന്നാൽ അതേസമയം തന്നെ പ്രഫുൽ കൃഷ്ണ എന്ന് പറയുന്ന NDAയുടെ സ്ഥാനാർത്ഥി വടകരയിലുണ്ട്. വിജയപ്രതീക്ഷയൊന്നുമില്ലെങ്കിൽ പോലും പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം വോട്ടുകൾ സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ള വലിയൊരു പ്രതീക്ഷ BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി വടകരയിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ TP ചന്ദ്രശേഖർ ഇഫക്റ്റ് മുതൽ പാനൂർ ബോംബ് സ്ഫോടനം വരെ ചർച്ചയാകുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ആരായിരിക്കും, അതായത് ഷാഫി പറമ്പിലാണോ ശൈലജ ടീച്ചറാണോ അവിടെ വിജയിക്കുക എന്ന് പറയുന്ന വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആദ്യം LDFനുണ്ടായിരുന്ന വലിയ പ്രതീക്ഷയൊന്നും തന്നെ ഇപ്പോഴുള്ളതായി കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ അതേസമയം തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം ആദ്യം വലിയ പ്രതീക്ഷയുണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പോൾ UDFന് വലിയ പ്രതീക്ഷയുള്ളതായി കാണാൻ സാധിക്കും. എന്നാൽ അതേസമയം തന്നെ സർവേ ഫലം പുറത്തുവരുന്ന സാഹചര്യത്തിൽ വടകരയെ സംബന്ധിച്ചിടത്തോളം KK ശൈലജ ടീച്ചർ നേടുന്നത് 45.5% വോട്ടുകളാണ്. അതേസമയം തന്നെ ഷാഫി പറമ്പിൽ വരുന്നത് 42% വോട്ടുകളാണ്. പ്രഫുൽ കൃഷ്ണയാണെങ്കിൽ 9.9% വോട്ടുകളാണ്. അതേസ് അല്ലെങ്കിൽ മറ്റുള്ള വിഭാഗത്തിൽ വരുന്നത് 1.7%. സർവേ ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശൈലജ ടീച്ചർ നേരിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനെങ്കിലും ശൈലജ ടീച്ചർ തന്നെയാണ് മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ്. 45.5% ശൈലജ ടീച്ചർക്ക് ലഭിക്കുന്ന വോട്ട് എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം തൊട്ട് പുറകെ തന്നെ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. 42% വിജയം നേടാനായിട്ട് അല്ലെങ്കിൽ അത്ര ഭൂരിപക്ഷം നേടാനായിട്ട് ഷാഫി പറമ്പിലിന് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വടകരയെ സംബന്ധിച്ചിടത്തോളം ചുരുക്കി പറയുകയാണെങ്കിൽ KK ശൈലജ ടീച്ചറാണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും ഇരുവരും ചേർന്ന് ഒരു നെക്ക് ടു നെക്ക് പോരാട്ടം നടക്കാനുള്ള സാധ്യത ഏറെയാണ് എന്ന് തന്നെയാണ്. അടുത്തത് പൊന്നാനി ലോക്സഭാ മണ്ഡലമാണ്. പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ലീഗിന് ഏറെ സ്വാധീനമുള്ള ലോക്സഭാ മണ്ഡലമാണ്. ആ ലീഗിന്റെ സ്വാധീനം തന്നെയാണ് യഥാർത്ഥത്തിൽ UDFന്റെ പ്രതീക്ഷയും എന്ന് പറയാം. അതേ സാഹചര്യത്തിൽ ലീഗിന് ഏറെ പ്രതീക്ഷയുള്ള ഇക്കുറി എന്ത് തന്നെയാണെങ്കിലും വിജയം ഉറപ്പാണ് എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. ഇക്കുറി പൊന്നാനിയിൽ മത്സരിക്കുന്നത് അബ്ദുൽ സലാം സമദാനിയാണ്. അതേസമയം തന്നെ കഴിഞ്ഞ വർഷം EK ബഷീറായിരുന്നു എന്നുള്ളതാണ്. ബഷീറിന് വലിയൊരു പ്രതീക്ഷയില്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരം ഒരു സ്ഥാനാർത്ഥി മാറ്റമെല്ലാം തന്നെ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. സമദാനി അവിടെ മത്സരിക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷ യഥാർത്ഥത്തിൽ ലീഗിനുണ്ട്. ഭരണവിരുദ്ധ വികാരമെല്ലാം തന്നെ മാറാനുള്ള സാധ്യതയുണ്ട്. സമദാനിയിൽ വലിയൊരു പ്രതീക്ഷ ലീഗിനുമുണ്ട്, അതേസമയം തന്നെ കോൺഗ്രസിനുമുണ്ട്. എന്നാൽ അതേസമയം തന്നെ LDF
UDFിന്റെ സ്ഥാനാർത്ഥി വരുന്നത് KS ഹംസയാണ്. ഹംസയെ സംബന്ധിച്ചിടത്തോളം ഹംസയും ലീഗുമായുള്ള ഒരുപാട് പ്രശ്നങ്ങളെല്ലാം തന്നെ പൊന്നാനിയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. എന്തു തന്നെയാണെങ്കിലും ഹംസയെ സംബന്ധിച്ചിടത്തോളം ഹംസയും സമസ്തയുമായുള്ള ബന്ധമാണെങ്കിലും ഹംസയും CPMുമായുള്ള ബന്ധം വളരെ വലിയ തരത്തിൽ കോളിളക്കമുണ്ടാക്കിയ ഒരു സാഹചര്യം കൂടിയാണ് പൊന്നാനിയിലേതെന്ന് പറയുന്നത്. അതേസമയം തന്നെ ഹംസയ്ക്ക് ഒരുപക്ഷെ ഏറെ പ്രതീക്ഷയും അതുപോലെ തന്നെ ഹംസയോട് ഒരുപാട് എതിർപ്പുമെല്ലാം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹംസയുടെ കാര്യത്തിൽ ഏറെ പ്രതീക്ഷ CPMനുണ്ടെങ്കിലും അതുപോലെ തന്നെ ആശങ്കയും പൊന്നാനിയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അടുത്തത് NDA സ്ഥാനാർത്ഥിയാണ്. NDA സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യനാണ്. NDAയുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഒരു പുതിയ പുതുമുഖം എന്നുള്ള നിലയിലാണ് നിവേദിത സുബ്രഹ്മണ്യൻ കളത്തിലിറങ്ങുന്നത്. ഇനി പൊന്നാനിക്ക് ലഭിച്ച വോട്ടുകൾ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ അവിടെ സമതാനിക്ക് 48.1% വോട്ടുകളാണ്. LDFിന്റെ സ്ഥാനാർത്ഥിയായ KS ഹംസ സ്വന്തമാക്കുന്നത് 39.7%. അതേസമയം തന്നെ NDA വരുന്നത് 8.3%. മറ്റുള്ളവയ്ക്ക് വരുന്നത് 3.9 എന്നാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമതാനിയെ സംബന്ധിച്ചിടത്തോളം സമതാനി 48% വോട്ടുകൾക്ക് നേടാൻ അല്ലെങ്കിൽ അത്ര കണ്ട് ഭൂരിപക്ഷം നേടാനായിട്ട് സമതാനിക്ക് സാധിക്കുന്നുണ്ടെന്നാണ്. എന്നാൽ അതേസമയം തന്നെ ഹംസയെ സംബന്ധിച്ചിടത്തോളം കേവലം 39 എന്ന ഭൂരിപക്ഷത്തിലേക്ക് ചുരുങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം UDFിന് പ്രതീക്ഷ നിലനിർത്താനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാം. അതേ സാഹചര്യത്തിൽ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരവും പ്രതീക്ഷയും നൽകുന്ന ഒരു മണ്ഡലമായി തന്നെ പൊന്നാനി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അടുത്ത ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലമാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ UDFിന്റെ സ്ഥാനാർത്ഥി അടൂർ പ്രകാശാണ്. അതേസമയം തന്നെ LDFിന്റെ സ്ഥാനാർത്ഥി V ജോയാണ്. BJPയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് V മുരളീധരനാണ് എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയുള്ള ഒരു അട്ടിമറി വിജയമെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രമന്ത്രിയായ V മുരളീധരൻ തന്നെ നേരിട്ട് കളത്തിലിറങ്ങിയതും. എന്നാൽ അതേസമയം തന്നെ UDFിന്റെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള അടൂർ പ്രകാശിനെതിരെ വളരെ വലിയ ഒരു ഭരണവിരുദ്ധ വികാരമെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഇലക്ഷൻ കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ തന്നെ ഏറെ ശ്രദ്ധേയനായ ഒരു വ്യക്തി കൂടിയാണ് അടൂർ പ്രകാശ് എന്ന് പറയുന്ന വ്യക്തി. എന്നാൽ അതേസമയം തന്നെ LDFിനെ സംബന്ധിച്ചിടത്തോളം V ജോയ് എന്ന് പറയുന്ന വ്യക്തിക്ക് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുകളെല്ലാം തന്നെ വരുന്നുണ്ട്. ഇനി ആറ്റിങ്ങലിലെ വോട്ട് നില പരിശോധിക്കുന്ന സാഹചര്യത്തിൽ UDFിന്റെ സ്ഥാനാർത്ഥി സ്വന്തമാക്കുന്നത് 37.2% വോട്ടുകളാണ്. അതേസമയം തന്നെ LDFിന്റെ സ്ഥാനാർത്ഥിക്ക് വരുന്നത് 38.9%. NDA സ്ഥാനാർത്ഥിക്ക് വരുന്നത് 23.3%. അതായത് വോട്ട് നില പരിശോധിക്കുകയാണെങ്കിൽ LDFിനാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മുൻതൂക്കം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. LDFിന്റെ സ്ഥാനാർത്ഥിക്ക് സ്വന്തമാക്കുന്നത് 38.9% വോട്ടുകളാണ്. അതേ സാഹചര്യത്തിൽ തൊട്ടുപുറകെ തന്നെ അടൂർ പ്രകാശ് ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഘടകം. 37.2% വോട്ടുകളാണ്. അതായത് നേരിയ ഒരു വർധനവ് മാത്രമാണ് LDFിന്റെ സ്ഥാനാർത്ഥിയിലേക്കുള്ളത് എന്നുള്ളത്. അതായത് LDFിന്റെ വിജയം ഒരു നേരിയ ഭൂരിപക്ഷത്തിനുള്ള വിജയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം വരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ റിസൾട്ടുകളെല്ലാം തന്നെ മാറിമറിയാനുള്ള സാധ്യതയുണ്ട്. കേവലം 1% ഒരു വ്യത്യാസം മാത്രമാണ് അടൂർ പ്രകാശും V ജോയും തമ്മിൽ കാണുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം എന്ന് പറയുന്നത് ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം ആറ്റിങ്ങലിൽ 23.3% വോട്ടുകൾ നേടാനായിട്ട് V മുരളീധരന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് വലിയൊരു പ്രതീക്ഷ യഥാർത്ഥത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ ഏറെ പ്രതീക്ഷയോടെ മത്സരിച്ച ഒരു ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് V മുരളീധരൻ പോലും കളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നത്. വലിയൊരു പ്രതീക്ഷ യഥാർത്ഥത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. BJP പ്രതീക്ഷിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ BJP വിജയം പ്രതീക്ഷിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. അടുത്ത ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലമാണ്. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFിന് ഏറെ പ്രതീക്ഷ നൽകിയ LDFിനെ ഒരു സീറ്റിൽ നിലനിർത്തിയ ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. AM ആരിഫ് ആയിരുന്നു LDFിൽ നിന്ന് വിജയിച്ച ഏക MP എന്ന് പറയുന്നത്. എന്നാൽ അതേ സാഹചര്യത്തിൽ ഇക്കുറി അതുകൊണ്ട് തന്നെ ആ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് KC വേണുഗോപാലിനെ തന്നെ UDF കളത്തിലിറക്കിയിട്ടുള്ളത്. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ പങ്കുവച്ചൊരു ലോക്സഭാ മണ്ഡലം തന്നെയാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. അതിനുള്ള പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ മുൻകാല ചരിത്രം തന്നെയാണ് അല്ലെങ്കിൽ മുൻകാല വിജയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് KC വേണുഗോപാൽ നേരിട്ട് കളത്തിലിറങ്ങിയത്. ആദ്യം KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കില്ല, രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരികയാണെങ്കിൽ അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിക്കില്ല എന്നെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ പോലും വിജയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. എന്നാൽ അതേ സാഹചര്യത്തിൽ അവിടെ AM ആരിഫ് തന്നെയാണ് LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇക്കുറി മത്സരിക്കുന്നത്. വലിയ പ്രതീക്ഷ യഥാർത്ഥത്തിൽ AM ആരിഫിൽ LDFിന് ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. ഇനി അടുത്ത NDAയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം NDAയിൽ അഥവാ BJPയിൽ പലപ്പോഴും വലിയൊരു ഭൂരിപക്ഷ വോട്ടുകളെല്ലാം തന്നെ നേടിക്കൊടുക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ ശോഭാ സുരേന്ദ്രൻ പലപ്പോഴും ശ്രദ്ധ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണകളിൽ അവരുടെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാണെങ്കിൽ പോലും ശോഭാ സുരേന്ദ്രൻ എന്ന മണ്ഡലങ്ങളെല്ലാം തന്നെ വലിയ ഒരു വോട്ടിൻ്റെ ഒരു അട്ടിമറി അല്ലെങ്കിൽ വലിയൊരു ഭൂരിപക്ഷം യഥാർത്ഥത്തിൽ
യഥാർത്ഥത്തിൽ BJPക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എടുക്കുന്ന സാഹചര്യത്തിൽ അല്പം കടുപ്പമേറിയ മത്സരം തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. KC വേണുഗോപാൽ ആണെങ്കിലും ശോഭാ സുരേന്ദ്രനാണെങ്കിലും AM ആണെങ്കിൽ പോലും വലിയ ഒരു പോരാട്ടത്തിലേക്കെല്ലാം തന്നെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം നീങ്ങുന്ന ഒരു സവിശേഷത അതിനുണ്ട് എന്നുള്ളതാണ്. ഇനി വോട്ട് നില പരിശോധിക്കുന്ന സാഹചര്യത്തിൽ KC വേണുഗോപാൽ സ്വന്തമാക്കുന്നത് 41.2% വോട്ടുകളാണ്. LDF സ്വന്തമാക്കുന്നത് 39.7%. NDA സംബന്ധിച്ചിടത്തോളം 18%. മറ്റുള്ളവ എന്ന് പറയുന്നത് 1.17% മാത്രമാണ്. അതായത് ഈ വോട്ട് നിലയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരിയ ഒരു ഭൂരിപക്ഷത്തിനാണെങ്കിൽ പോലും KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം 41.2% വോട്ടുകൾ നേടാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതേസമയം തന്നെ തൊട്ടുപുറകെ തന്നെ LDFന്റെ സ്ഥാനാർത്ഥിയായി AM 39.7% വോട്ടുകൾ നേടി തൊട്ടുപുറകിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതേസമയം തന്നെ BJPയുടെ വലിയ പ്രതീക്ഷയായിരുന്ന ശോഭാ സുരേന്ദ്രൻ സ്വന്തമാക്കുന്ന വോട്ട് ശതമാനം എന്ന് പറയുന്നത് അത് 18% എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഘടകം. ഇത് തന്നെയാണെങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേവലം 4 മണ്ഡലങ്ങളിൽ മാത്രം നടത്തിയ സർവേകൾ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ 2 മണ്ഡലങ്ങൾ, അതായത് പൊന്നാനിയും അതുപോലെ തന്നെ ആലപ്പുഴയും യഥാർത്ഥത്തിൽ UDFിനേറെ പ്രതീക്ഷ നൽകുന്ന മണ്ഡലങ്ങളാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ വടകരയാണെങ്കിലും ആറ്റിങ്ങലാണെങ്കിലും അത് LDFിനേറെ പ്രതീക്ഷ നൽകുന്ന ലോക്സഭാ മണ്ഡലങ്ങളാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ വളരെ ശക്തമായൊരു പോരാട്ടം, ഒരു ത്രികോണ മത്സരത്തിന് സാധ്യത ഏറെയാണ് എന്നും ഈ സർവേ ഫലങ്ങളിൽ നിന്നും വ്യക്തമാണ്.